അതേസമയം KSU ജില്ലാ പ്രസിഡന്റിന്റെ ആരോപണത്തിന് പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താൻ പ്രവർത്തിച്ചയാളാണ് അൻവർ സുൽഫിക്കർ. ആരുടെ താൽപര്യമെന്നും ആരുടെ പ്രേരണയെന്നും പാർട്ടി പരിശോധിച്ച് നടപടിയെടുക്കട്ടെ. തന്നെപ്പോലെ മുതിർന്ന നേതാവിനെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചത് ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നും കൊടിക്കുന്നിൽ ഡൽഹിയിൽ പറഞ്ഞു. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയമുണ്ടായി, കോൺഗ്രസ് പാർട്ടിക്ക് ചരിത്ര വിജയമുണ്ടായി. എല്ലാവരും ആ വിജയത്തെ ഒരുമിച്ച് സ്വീകരിക്കും. ജനങ്ങളെല്ലാം ആ വിജയത്തിൽ ആഹ്ലാദിക്കുമ്പോൾ ഒരു KSUവിൻ്റെ ഒരു ജില്ലാ പ്രസിഡന്റ് ഒരു നിയോജകമണ്ഡലത്തിൽ ഏതാനും സീറ്റുകൾ കുറഞ്ഞതിൻ്റെ പേരിൽ ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഒരു പാർലമെൻറ്റിൽ ചീഫ് വിപ്പായിരിക്കുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന എന്നെപ്പോലെയുള്ള ഒരു സീനിയർ നേതാവിനെ പരസ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിച്ചത്, അല്ലെങ്കിൽ എനിക്കെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും അത് മാധ്യമങ്ങളിൽ ചർച്ചയാക്കിയതും ശരിയാണോ എന്നുള്ളത് ഈ UDFിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് പാർട്ടി ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന് പാർട്ടി നേതൃത്വം പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. ഞാൻ ശ്രദ്ധയില്ല, കാരണം പാർലമെൻറ്റ് ഇലക്ഷനും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളാണ് ഇതിട്ടിരിക്കുന്നത്. പാർലമെൻറ്റ് ഇലക്ഷനും സജീവമായി എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്.